ചരിത്രം എപ്പോഴും അടയാളപ്പെടുത്തുന്നത് യുദ്ധങ്ങളെയും ഭരണാധികാരികളെയും കുറിച്ചാണ്. എന്നാൽ ആ ചരിത്രത്തിന്റെ താളുകൾക്കിടയിൽ അറിവ് കൊണ്ടും സഹനം കൊണ്ടും പതരാത്ത വിശ്വാസം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചില കരുത്തുറ്റ സ്ത്രീകളുണ്ട്. വെറും ഒരു കഥയല്ല അവരുടെ ജീവിതം, മറിച്ച് അറിവ് തേടുന്ന ഓരോ പെൺകുട്ടിക്കും, പ്രതിസന്ധികളിൽ തളരുന്ന ഓരോ സ്ത്രീക്കും വഴിവിളക്കാകേണ്ട വലിയ പാഠപുസ്തകങ്ങളാണ് അവർ. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു ഉയർത്തിക്കാട്ടിയ ആ പുണ്യവതികളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇസ്ലാമിലെ മഹദികൾ എന്ന ഈ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് ഒരുപാട് പെൺമക്കളുണ്ട്, പക്ഷേ ചരിത്രത്തിൽ ഒരു മകളുണ്ട്, തൻ്റെ പിതാവിനെ ജീവന തുല്യം സ്നേഹിച്ച മകൾ, നബിയുടെ ഹൃദയത്തിൻ്റെ കഷ്ണം എന്ന് വിളിക്കപ്പെട്ട ഫാത്തിമ ബീവി. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ ആ പുണ്യവതിയുടെ ജീവിതമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ഇത് നിങ്ങളുടെ മനസ്സ് നിറക്കുന്ന ചരിത്രമായിരിക്കും. നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ ഏകദേശം 5 വർഷം മുമ്പാണ് മക്കയിൽ ഫാത്തിമ ബീവി ജനിക്കുന്നത്. ഖദീജ ബീവിയുടെയും നബിയുടെയും 4ാമത്തെ മകൾ. കുട്ടിക്കാലം മുതലേ വളരെ ശാന്തപ്രകൃതമായിരുന്നു അവൾക്ക്. ഒരിക്കൽ നബി കഅബയുടെ അരികിൽ നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ അവിടുത്തെ മുതുകിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടിട്ടു. നബിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ആ അവസ്ഥയിൽ ഓടി വന്ന് അത് നീക്കം ചെയ്തത് കുഞ്ഞു ഫാത്തിമയായിരുന്നു. പിതാവിനെ വേദനിപ്പിച്ചവരോട് ധീരമായി സംസാരിക്കാൻ ആ കൊച്ചു പെൺകുട്ടി മടിച്ചില്ല. നബിക്ക് ഫാത്തിമയോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നു, ഫാത്തിമ എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അവളെ ആര് വേദനിപ്പിക്കുന്നുവോ അവർ എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. യാത്ര പോകുമ്പോൾ നബി അവസാനം യാത്ര ചോദിക്കുന്നത് ഫാത്തിമയോടായിരിക്കും. തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നതും ഫാത്തിമയെ ആയിരിക്കും. ഫാത്തിമ മുറിയിലേക്ക് വരുമ്പോൾ നബി എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിക്കുകയും തൻ്റെ സീറ്റിൽ ഇരുത്തുകയും ചെയ്യുമായിരുന്നു. അലിയുമായുള്ള ഫാത്തിമ ബീവിയുടെ വിവാഹം വളരെ ലളിതമായിരുന്നു. സ്വർഗത്തിലെ സുന്ദരിയായിട്ടും ഭൂമിയിൽ അവർ ജീവിച്ചത് കഷ്ടപ്പാടുകൾക്കിടയിലായിരുന്നു. സ്വന്തം കൈകൊണ്ട് ആട്ടുകല്ലിൽ മാവരച്ച് അവരുടെ കയ്യിൽ തഴമ്പുകൾ വീണിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചുമലിൽ പാടുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ജോലിക്ക് സഹായത്തിനായി വേലക്കാരനെ ചോദിച്ച ഫാത്തിമാക്ക് നബി നൽകിയത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകളായിരുന്നു. ജോലിക്കാരനേക്കാൾ ഉത്തമം അല്ലാഹുവിനെ സ്മരിക്കുന്നതാണെന്ന് നബി മകളെ പഠിപ്പിച്ചു. ഹസൻ, ഹുസൈൻ എന്നീ സ്വർഗത്തിലെ യുവാക്കളായ നേതാക്കളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ ബീവി. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും വന്നവർക്ക് ഭക്ഷണം നൽകുന്നതിലും മക്കളെ ഉത്തമമായ സ്വഭാവത്തിൽ വളർത്തുന്നതിലും അവർ അതീവ ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിനെ ഭയപ്പെട്ടും പ്രവാചക പാത പിന്തുടർന്നും അവർ ജീവിച്ചു. നബിയുടെ മരണസമയത്ത് ഫാത്തിമ ബീവി ഒരുപാട് കരഞ്ഞു. അവിടുന്ന് ഫാത്തിമയെ അരികിൽ വിളിച്ച് ഒരു രഹസ്യം പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിൽ വന്നു ചേരുന്നത് നീയായിരിക്കും ഫാത്തിമ. ഇത് കേട്ടപ്പോൾ തൻ്റെ സങ്കടം മറന്നവൾ പുഞ്ചിരിച്ചു. തൻ്റെ മരണം അടുത്തുവെന്നറിഞ്ഞ ബീവി അന്ന് വളരെ ശാന്തയായിരുന്നു. അവസാനമായി കുളിച്ച് വൃത്തിയായി പുത്തൻ വസ്ത്രം ധരിച്ചു. തൻ്റെ പ്രിയ മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരെ അരികിൽ വിളിച്ച് സ്നേഹത്തോടെ ചുംബിച്ചു. അവരെ ചേർത്ത് പിടിച്ചു നൽകിയ ആ അന്ത്യയാത്ര മൊഴി ഹൃദയഭേദകമായിരുന്നു. മയ്യത്ത് രാത്രിയിൽ അടക്കം ചെയ്യണമെന്നും ആരും കണ്ട് സങ്കടപ്പെടാൻ ഇടവരരുതെന്നും തൻ്റെ ഇണയോട് വസിയത്ത് ചെയ്തു. കിടക്കയിൽ കിബിലക്ക് അഭിമുഖമായി കിടന്ന് ശാന്തമായി ആ പരിശുദ്ധ ആത്മാവ് അള്ളാഹുവിലേക്ക് മടങ്ങി. പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഫാത്തിമ ബീവി ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ലായിരുന്നു. ബീവിയുടെ വഫാത്ത് അറിഞ്ഞ മദീന ഒന്നടങ്കം വിതുമ്പിപ്പോയി, പ്രത്യേകിച്ചും അലി. സിംഹത്തിന്റെ കരുത്തുള്ള അലി ഫാത്തിമ ബീവിയെ കബറടക്കിയ ശേഷം ആ കബറിനരികിൽ ഇരുന്ന് വിതുമ്പിക്കരഞ്ഞത് ഇന്നും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നോവാണ്. ഓ അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ അരികിലേക്ക് ഞാനിതാ അങ്ങയുടെ പ്രിയപുത്രിയെ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സ് എത്രമാത്രം തകർന്നിട്ടുണ്ടാവും. ലളിത ജീവിതം കൊണ്ടും പിതാവിനോടുള്ള സ്നേഹം കൊണ്ടും ഇന്നും ഫാത്തിമ ബീവി ഓരോ മുസ്ലിം പെൺകുട്ടിക്കും മാതൃകയാണ്. ഇസ്ലാമിക മഹദികൾ എന്ന നമ്മുടെ സീരീസിലെ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം.